പൂനെയിലേക്ക് വന്നതിന് ശേഷം ഞാനിന്ന് പോകുന്നത് സിംഹാഗഡ് കോട്ടയിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകാനായി ഒരു 35 കിലോമീറ്ററോളം ദൂരമുണ്ട്. പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് വഴിയിലൊരു ഡാം കണ്ടത്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ തിരിച്ച് കോട്ടയിലേക്ക് പോയി. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ ഒരു വലിയ മലയുടെ മുകളിലാണ്. പിന്നെ ഗൈസ് മുന്നോട്ട് പോകും തോറും വഴിയിലേക്ക് ഒരുപാട് ഹിന്ദിയിലെ ബോർഡൊക്കെ ഞാൻ കണ്ടു. എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നടന്ന് അങ്ങ് മലയുടെ മുകളിലെത്തണം. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ തളർന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. ഇപ്പോൾ നമ്മൾ ആ കോട്ടയുടെ മുൻഭാഗത്തെത്തിയിട്ടുണ്ട്. നടന്ന് നമ്മൾ അതിനകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കടകളായിരുന്നു. ആ കട കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു മാങ്ങ കഴിക്കാൻ തോന്നി. എവിടെ പോയാലും ഈ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്ന മാങ്ങ അതെല്ലാ സ്ഥലത്തും കാണുമല്ലേ. മാങ്ങയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ നടന്നു പോകുന്നതിന്റെ സൈഡിൽ ഇങ്ങനത്തെ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്ര ദൂരം നടന്നെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. നടന്ന് തളർന്നപ്പോൾ വീണ്ടും ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇരിക്കാനൊരു സ്ഥലം കണ്ടപ്പോൾ ഞാനിത് ഇപ്പോൾ അവിടെ കയറി ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീണ്ടും നടന്നങ്ങ് മുകളിലെത്തിയപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം കട കണ്ടു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു. ഞാൻ മാത്രമല്ല എല്ലാവരും ഓരോ ഐസ്ക്രീം വീതം മേടിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ കാഴ്ചയൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ആ കടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്കിത് ഇങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ടുമുള്ളത് ഇങ്ങനത്തെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. പിന്നെ നടക്കുന്ന വഴികളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റെപ്പുകളാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെയുണ്ട്. പിന്നെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കടകൾ കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് ഈ അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വീണ്ടും ഒരു മാങ്ങ കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് അവിടെ നിന്നും തിരിച്ചിറങ്ങി. ഇനി ഈ നടന്നു വന്ന വഴികളെല്ലാം തിരിച്ചിറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പാട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.